സാംസ്കാരിക നഗരിയായ തൃശ്ശൂർ അതിരൂപതയുടെ നഗരഹൃദയത്തിലേക്ക് ഒരു ജനസാഗരം ഒഴുകിയെത്തിയിരിക്കുന്നു. എന്തിനാണിത് എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. ചില സത്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ അതിന് മറുപടിയായിട്ട് അവരിവിടെ എത്തിയിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അഭിമന്യ ടോണി പിതാവ്, എൻ്റെ ഉത്തമ സുഹൃത്തു കൂടിയായ ടോണി പിതാവ്, ആൻഡ്രൂസ് പിതാവ് പറഞ്ഞ പ്രകാരം എന്നോട് ഇങ്ങനെ ചോദിച്ചു, പിതാവ്, ഇങ്ങനൊരു പ്രതിരോധ സംഗമം ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്, പിതാവ് വരാമോ? ഞാൻ ഈ സമരത്തെക്കുറിച്ചൊക്കെ കേട്ടിരുന്നെങ്കിലും അത്ര കൂടുതലായി അതിനെക്കുറിച്ച് പഠിച്ചിരുന്നില്ല. എങ്കിലും സമരത്തിന് വലിയ കഥയില്ല എന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ പറഞ്ഞു, ഞാൻ നോക്കട്ടെ പിതാവേ, ഞാൻ തീർച്ചയായിട്ടും എനിക്ക് സാധിക്കുമെങ്കിൽ എത്തും. ഞാൻ പിന്നീട് കുറച്ചുകൂടി ഗൗരവമായിട്ട് ഈ സമരത്തെക്കുറിച്ച് പഠിച്ചു. ഇതിന്റെ പിന്നിലുള്ള ചിന്തകളെക്കുറിച്ചും ആശയങ്ങളെക്കുറിച്ചും കുറച്ചുകൂടി കാര്യമായിട്ട് അന്വേഷിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവിടെ ഒരു നേഴ്സിംഗ് സമരം നടക്കുന്നില്ല, മറിച്ച് ഇവിടെ നടക്കുന്നത് UN-നെ സ്പോൺസേർഡ് ആയിട്ടുള്ളൊരു പൊറാട്ടു നാടകമാണെന്ന്. അതുകൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് തീരുമാനിച്ചു, ഞാൻ വന്നിരിക്കും. എനിക്ക് സഭയുടെ മക്കളോടൊപ്പം നിൽക്കണം. എനിക്ക് ചില ബോധ്യങ്ങൾക്കനുസരിച്ച് സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന വിധ്വംസക ശക്തികൾക്കെതിരെ സംസാരിക്കണം. ഞാൻ വന്നിരിക്കും എന്ന് ഞാൻ ഉറപ്പ് കൊടുത്തു. എൻ്റെ പ്രോഗ്രാമുകൾ പലതും മറിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. സത്യത്തിൽ എനിക്ക് പറഞ്ഞു തുടങ്ങാനുള്ളത്, നമുക്കൊരു വലിയ മഹിതമായ ചരിത്രമുണ്ട് എന്ന കാര്യമാണ്. കത്തോലിക്ക സഭയുടെ ആതുര ശുശ്രൂഷ മേഖലയ്ക്കും നഴ്സിംഗ് മേഖലകൾക്കുമൊക്കെ വലിയൊരു മഹിതമായ ചരിത്രമുണ്ട്. ഈ ചരിത്രം മറന്നുകൊണ്ട് പലരും വിളിച്ചു പറയുമ്പോൾ, ചില സമൂഹ മാധ്യമങ്ങൾ പലതും ജൽപ്പനങ്ങൾ നടത്തുമ്പോൾ സത്യം അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യം നമ്മൾ പോലും മറന്നുപോകുന്നു. എന്താണ് ചരിത്രം, എന്താണ് സത്യം എന്ന കാര്യം മറന്നിട്ട് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇതുപോലെ ഒരു പ്രതിരോധ സംഗമം പ്രസക്തമാകുന്നത്. ഈ സംഗമം ഒരിക്കൽ പോലും ഒരു നേഴ്സുമാർക്കും എതിരായിട്ടല്ലെന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അവര് നമ്മുടെ പ്രിയപ്പെട്ട മക്കളാണ്. അവർക്കെതിരെയുള്ള ഒരു സംഘമല്ലിത്. മറിച്ച് സത്യവിശ്വാസം ജീവിക്കുമ്പോൾ ആ വിശ്വാസ ബോധ്യങ്ങൾക്കനുസരിച്ച് സഭ അതിന്റെ ശുശ്രൂഷ സംവിധാനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനെതിരെ ഉയരുന്ന വിധ്വംസക ശക്തികൾക്കും അതിനെതിരെയുള്ള ആസൂത്രിതമായ സംഘടിത ശ്രമങ്ങൾക്കുമെതിരെയുള്ള ശക്തമായ നിലപാട് അറിയിക്കുന്ന ഒരു സംഘമാണിത്. അതാണ് അതിന്റെ പ്രസക്തി. ചരിത്രം പിറകോട്ട് ചിന്തിക്കുമ്പോൾ 16-ാം നൂറ്റാണ്ട് മുതലുള്ള ഒരു കാലഘട്ടം, 16 മുതൽ 18 വരെയുള്ള നൂറ്റാണ്ട് കാലഘട്ടത്തിലാണ് ഈ ആതുര ശുശ്രൂഷ മേഖലയിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഒരു കാലത്ത്, ആ കാലഘട്ടത്തിൽ അന്ന് സർക്കാരിനേക്കാളൊക്കെ ഉപരി മുൻപിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചത് ക്രൈസ്തവ മിഷണറിമാരും ക്രൈസ്തവ സമൂഹവും, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുമാണ്. കത്തോലിക്ക സഭ അന്നത്തെ ആതുര ശുശ്രൂഷ മേഖലകൾക്കൊക്കെ ആരംഭം കുറിച്ചത് തികഞ്ഞ പ്രേക്ഷിത ചൈതന്യത്തോടെയാണ്. ഈശോ മിശിഹായുടെ ഹൃദയത്തുടിപ്പുകൾ ഏറ്റുവാങ്ങി ആതുര ശുശ്രൂഷയുടെ മേഖലകളിലേക്ക് അവധാനപൂർവ്വം ഇറങ്ങിച്ചെന്നുകൊണ്ട് കരുണാർദ്ര സ്നേഹത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ കത്തോലിക്ക സഭയുടെ മുഖമാണ് അന്ന് അവിടെയെല്ലാം കാണുമായി ഉണ്ടായിരുന്നത്. കർത്താവ് സമഗ്ര വിമോചകനാണ്. ഈ ചെറിയവരിൽ ഒരുവൻ നിങ്ങൾ ചെയ്തപ്പോൾ എനിക്കു തന്നെയാണ് ചെയ്തത് എന്ന സത്യം അവിടുത്തെ തിരുവചനങ്ങളിലുണ്ട്. രോഗികൾക്ക് ശാന്തി കൊടുത്തുകൊണ്ട് സുവിശേഷത്തിന്റെ സന്ദേശം, സ്വർഗരാജ്യത്തിന്റെ സന്ദേശം പങ്കുവെച്ചുകൊണ്ടാണ് അവിടുന്ന് കടന്നു വന്നത്. ആ കർത്താവിന്റെ ഹൃദയമിടിപ്പുകൾ ഏറ്റുവാങ്ങിയ തിരുസഭ അന്ന് ഇറങ്ങി തിരിച്ചതാണ്. അങ്ങനെ ഈ സഭയുടെ ആതുര ശുശ്രൂഷ പ്രവർത്തനങ്ങൾ വിവിധ മേഖലകളിലേക്ക് കടന്നു ചെന്നു. അത് വില്ലേജുകളിലേക്ക്, മലയോരങ്ങളിലേക്ക്, ട്രൈബൽ ബെൽറ്റുകളിലേക്ക്, അങ്ങനെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യർ ജീവിക്കുന്ന വ്യത്യസ്തമായ ഇടങ്ങളിലേക്ക് ഇതുപോലെയുള്ള ചികിത്സയുടെ സാധ്യതകളുമായിട്ട് സഭയുടെ മക്കൾ ഇറങ്ങിച്ചെന്നു. മുൻകൈ എടുത്തത് സന്യസ്തരൊക്കെ തന്നെയാണ്. അങ്ങനെ കത്തോലിക്ക സഭ അവിടെ മുന്നിട്ടിറങ്ങി ആതുര ശുശ്രൂഷ മേഖലകളിലൂടെയാണ് ഈ മേഖല തന്നെ വളർന്നു വന്നത്. പിന്നെ 19-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പാതി, ആ രണ്ടാം പാതിയിലാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്ന ആ ധീര വനിതയുടെ പ്രചോദനം ഏറ്റുവാങ്ങിക്കൊണ്ട് പിന്നൊരു പുതിയ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ആതുര ശുശ്രൂഷ പ്രവർത്തനവും നഴ്സിംഗ് പ്രൊഫഷനും രൂപപ്പെട്ടു വരുന്നത്. അങ്ങനെ ഒരു ആ 19-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ രൂപപ്പെട്ടു വന്ന ആ ശുശ്രൂഷ മേഖലകൾ, പ്രത്യേകിച്ചും നഴ്സിംഗ് പ്രൊഫഷൻ, അതിനെ അങ്ങനെ കൃത്യമായ രീതിയിൽ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വലിയ പങ്ക് വഹിച്ചത് കത്തോലിക്ക സഭയാണ്. അതിലൊരു സംശയവും വേണ്ട. അത് ചരിത്രമാണ്, എഴുതപ്പെട്ട ചരിത്രമാണ്. ഇല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കൂ, അവിടെ നിങ്ങൾ കാണും.
ഇതൊക്കെ വെറുതെ എന്തെങ്കിലും ആരെങ്കിലും റീൽസ് വഴി പടച്ചു വിടുന്നത് കൊണ്ടോ സമൂഹ മാധ്യമങ്ങളിലൂടെ തട്ടിവിടുന്നത് കൊണ്ടോ ഒന്നും അങ്ങനെ തമസ്കരിക്കാവുന്ന സത്യങ്ങളൊന്നുമല്ല. ചരിത്രമായിട്ട് തന്നെ എന്നും നിലനിൽക്കും. സഭ ചരിത്രത്തിൽ അവതരിച്ച ദൈവ സാന്നിധ്യമാണ്, സ്വർഗരാജ്യത്തിന്റെ ഭൗമിക സാന്നിധ്യമാണ്. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. 1-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ചു അതിന്റെ പ്രയാണം. അത് കർത്താവിന്റെ തിരിച്ചോരയിൽ നിന്നും ആരംഭിച്ചത് മാർത്തോമാ ശ്ലീഹായുടെ ചോര വീണ് ഈ ഭാരതത്തിന്റെ മണ്ണിലൂടെ ഉയർന്നു വളർന്നു വന്നത് 21-ാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുകയാണ്. ഇതിനെ തകർക്കാനും ഇല്ലെന്നാക്കാനും ഒന്നും ആർക്കും സാധ്യമല്ലെന്നുള്ളത് സത്യമാണത്. പരിശുദ്ധാത്മാവാണ് ഈ സഭയെ നയിക്കുന്ന കാര്യം നമുക്കൊക്കെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാൻ പറ്റും. ഇങ്ങനെ പാവപ്പെട്ടവരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവർക്ക് ആവശ്യമായ ആരോഗ്യ ശുശ്രൂഷ നൽകാനായിട്ട് മുന്നിട്ടിറങ്ങിയ സഭ എന്നും സർക്കാർ സംവിധാനങ്ങളോട് ചേർന്നേ പ്രവർത്തിച്ചിട്ടുള്ളൂ. എന്നും നിയമാധിഷ്ഠിതമായിട്ട് മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. അതിനകത്ത് യാതൊരു കച്ചവട താല്പര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ഇന്നും അതിന്റെ തുടർച്ചയാണ്. ഇതാ 75 വർഷങ്ങൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുകയാണ് നമ്മുടെ ഈ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ്. അതുപോലെ സുവർണ ജൂബിലി ആഘോഷിക്കുകയാണ് അമല മെഡിക്കൽ കോളേജ്. ഈ മഹത്തായ രണ്ട് ഉജ്ജ്വല താരങ്ങള് ഈ സാംസ്കാരിക നഗരിയുടെ ഹൃദയത്തിൽ ഉയർന്നു നിൽക്കുമ്പോൾ ഇതിനെ തകർക്കാൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ പോലും അഭിമാനമായ 2 മെഡിക്കൽ കോളേജുകൾ സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ വേദനകളുടെയും രോഗങ്ങളുടെയും നടുവിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് കൈത്താങ്ങായി മാറുന്ന, അവർക്ക് എപ്പോഴും സംലഭ്യമാകുന്ന ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള ചികിത്സ നൽകാൻ സന്നദ്ധമായിരിക്കുന്ന ഈ പ്രകാശ ഗോപുരങ്ങളെ നശിപ്പിക്കാനായിട്ട് ആരിറങ്ങിയാലും തൃശ്ശൂരിന്റെ മണ്ണിൽ ഇത് വിലപ്പോവില്ല എന്ന് പറയാനും കേരളത്തിന്റെ മണ്ണിൽ ഇത്തരം പൊറാട്ടു നാടകങ്ങൾ നടക്കില്ല എന്ന് പറയാനുമാണ് ഈ ജനസാഗരം ഇവിടേക്ക് ഒഴുകിയെച്ചത് എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. വാസ്തവത്തിൽ എന്താ ഇവിടെ നടക്കുന്നത്? ഏറ്റവും കൂടുതൽ സാലറി കൊടുക്കുന്ന, ഏറ്റവും നല്ല രീതിയിൽ പരിചരണം കൊടുക്കുന്ന ഒരു വലിയ ആതുര ശുശ്രൂഷ സംവിധാനം, സമുച്ചയം, 1 അല്ല 2, 2500-ലധികം OP പേഷ്യൻസ് വരുന്ന 2 ആശുപത്രി സംവിധാനങ്ങൾ, 1800-ഓളം IP പേഷ്യൻസ് ഉള്ള 2 ആശുപത്രി സംവിധാനങ്ങൾ. എവിടുന്നാണ് ഈ ആളുകളൊക്കെ എത്തുന്നത്? അത് ഈ നാടിന്റെ മക്കളാണ്, സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആളുകളാണ്. അവർക്ക് അധികം മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളൊന്നും പോകാൻ സാധിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച 2 മെഡിക്കൽ കോളേജുകൾ, ഭാരതത്തിലെ തന്നെ പ്രൈവറ്റ് സെക്ടറിലെ എണ്ണപ്പെട്ട 2 മെഡിക്കൽ കോളേജുകൾ. അപ്പൊ ഇവിടേക്ക് കടന്നു വരാനായിട്ട് മറ്റു ആരൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതിന്റെ സൂചനയാണിതല്ല. അപ്പൊ ഇതുപോലെ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ പാവപ്പെട്ട മനുഷ്യർക്ക് ചികിത്സ നൽകാനായിട്ട് സാധ്യമാകുന്ന വലിയ ഒരു സംവിധാനത്തിനെതിരെ ഏറ്റവും നല്ല സാലറി കൊടുത്തിട്ട് പോലും അവിടെ തന്നെ ഈ സമരത്തിന്റെ ഫോക്കസ് കേന്ദ്രീകരിക്കുന്നെങ്കിൽ അതിന്റെ പിറകിൽ എന്ത്? അതാണ് ഇവിടെ ആശങ്ക ഉണർത്തുന്ന കാര്യം. ഇവിടെ 2023 മുതൽ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ നല്ല സാലറി കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. 2023 മുതൽ 26 ആയില്ലേ? അതാണ് ജൂബിലിയുടെ കാര്യം. അമലയുടെ കാര്യത്തിൽ അമല, ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെ കൃത്യമായിട്ട് ഡയറക്ടർമാർ 2 പേരും ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം നമ്മൾ കേട്ട കാര്യമാണ്, അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ ഇവർ കൃത്യമായി പങ്കുവെച്ച കാര്യമാണ്. അവിടെ ഫെബ്രുവരി മാസത്തില് അമലയിൽ ശമ്പള വർധനവ് നഴ്സുമാരെ നേരിട്ട് കണ്ട് അറിയിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചതാണ്. അതാണ് ഏപ്രിൽ മാസം മുതൽ കൊടുത്തു തുടങ്ങിയത്. സമരവുമായിട്ട് അതിന് അശേഷം ബന്ധമില്ല. അപ്പൊ 2 ഹോസ്പിറ്റലുകൾ ഒരുപോലെ തന്നെ ഏതാണ്ട് നല്ല സാലറി കൊടുത്തുകൊണ്ട് നഴ്സുമാരെ കരുതുന്ന സംവിധാനങ്ങളാണ്. നഴ്സിംഗ് പ്രൊഫഷന്റെ മഹത്വം വളരെ വലുതാണ്. തീർച്ചയായിട്ടും നമ്മൾ അതുകൊണ്ട് തന്നെയാണ് നഴ്സുമാരെ അഭിനന്ദിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള 2-3 ചോദ്യങ്ങളുണ്ട്. നഴ്സിംഗ് പ്രൊഫഷനും ആതുര ശുശ്രൂഷയ്ക്കും കൃത്യമായ മെഡിക്കൽ എത്തിക്സ് ഉണ്ട്. അവര് കത്തോലിക്ക സഭയുടെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അവർ പഠിച്ച മെഡിക്കൽ എത്തിക്സ് കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്താറുണ്ട്. രോഗികളോട് അവർക്ക് പ്രതിബദ്ധതയുണ്ട്. ജീവന്റെ മഹത്വം അവർ തിരിച്ചറിയേണ്ടവരാണ്. അങ്ങനെ മനുഷ്യജീവന്റെ വിലയും നിലയും സഭ എന്നും ഉയർത്തിപ്പിടിക്കുന്ന സത്യങ്ങളാണ്. അമ്മയുടെ ഉദരത്തിലുള്ളവർ പിറക്കുന്ന ആദ്യ നിമിഷത്തെ ശിശു സാന്നിധ്യം പോലും വിലപ്പെട്ടതാണെന്ന് സഭ തിരിച്ചറിഞ്ഞതുകൊണ്ട് ഗർഭചിത്രത്തിനെതിരെ പോലും ശക്തമായിട്ട് സംസാരിക്കുന്നത്. അത്രമാത്രം ജീവന്റെ മഹത്വം തിരിച്ചറിയുന്ന ഒരു സഭാ സംവിധാനവും അതിന്റെ ധാർമ്മികതയും
അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് അവരുടെ മെഡിക്കൽ പ്രാക്ടീസിനായിട്ട്, നഴ്സിംഗ് പ്രൊഫഷണലായിട്ട് അവർ കടന്നു വരുന്നത്. പക്ഷേ യാതൊരു മുന്നറിയിപ്പും കൂടാതെ, കൃത്യമായ നിയമവിധേയം കൊടുക്കേണ്ട നോട്ടീസുകൾ കൊടുക്കാതെ, സ്വാഭാവികമായിട്ടും ഒരു അനീതി ഉണ്ടെങ്കിൽ അവിടെ ജനാധിപത്യ രാജ്യത്ത് സമരം ചെയ്യാനൊക്കെയുള്ള അവകാശമുണ്ട്. നമ്മളത് അംഗീകരിക്കുന്നുണ്ട്. മനുഷ്യന്റെ സ്വാഭാവികമായ അവകാശമാണ്. അനീതി നടക്കുന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് പ്രതികരിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. പക്ഷേ ഇവിടെ യാതൊരു കൃത്യമായ നിയമവും പാലിക്കാതെ, നോട്ടീസ് നൽകാതെ, ക്രിട്ടിക്കൽ കെയറിലുള്ള 100 കണക്കിന് ആളുകളെ മരണത്തിന് വിട്ടുകൊടുക്കുന്നതിൽ മടിയില്ലാതെ, പിറന്നു വീണ കുഞ്ഞിന് കരുതലിന്റെ വലിയ കരം നീട്ടി കൊടുക്കേണ്ട സമയത്ത് അത് മുഴുവനും അവഗണിച്ചിട്ട് ഡയാലിസിസിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ സ്വന്തം മാതാപിതാക്കളാണ് മരണത്തോട് മല്ലടിച്ച് അവസാന ശ്വാസത്തിന് മുമ്പ് കുറച്ചുകൂടിയെങ്കിലും ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവരെ നമ്മൾ മറക്കുമോ? അങ്ങനെയുള്ള ക്രിട്ടിക്കൽ കെയറിൽ കഴിയുന്ന, ICUവിൽ വെന്റിലേറ്ററിലായിരിക്കുന്ന 100 കണക്കിന് ആളുകളെ യാതൊരു പരിഗണനയും കൂടാതെ, ഒരു നോട്ടീസും കൊടുത്ത് അറിയിക്കാതെ, ആശുപത്രി അധികൃതർക്ക് ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് അവസരം കൊടുക്കാതെ തെരുവിലേക്ക് ഇറങ്ങിയത് ശരിയാണോ? ഇതാണ് എന്റെ ചോദ്യം. അങ്ങനെ ഇറങ്ങുന്നതിനകത്തുള്ള മെഡിക്കൽ എത്തിക്സ് എന്താണ്? ഞാനിവിടെ തിരിച്ചൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. 80% വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ കൃത്യമായ രീതിയിൽ അവരുടെ കടമകൾ നിർവഹിച്ചു വരുന്നു. അവര് ഈ രോഗികളോട്, ഈ ആശുപത്രി സംവിധാനത്തോട്, ഈ മാനേജ്മെന്റിനോട് അത്യന്തം ആത്മാർത്ഥതയോടുകൂടിയാണ് അവരുടെ ദൗത്യങ്ങൾ നിർവഹിക്കുന്നത്. അവർക്കറിയാം ഇതിറങ്ങുന്നത് ശരിയല്ല. അവർക്ക് മാന്യമായ സാലറി കിട്ടുന്നുണ്ട്, അവർക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട്. രോഗികളെന്ന് പറഞ്ഞാൽ അവർ പഠിച്ചിരിക്കുന്ന മെഡിക്കൽ എത്തിക്സിൽ അവർക്ക് അത് മഹത്വത്തിന്റെ അടയാളമാണ്. അവരെ ശരിയായി പരിചരിക്കേണ്ടത് അവരുടെ കടമയാണ്. അത് ഈ ആശുപത്രികളുടെയൊക്കെ കൃത്യമായിട്ടുള്ള ദർശനമാണ്. അത് പാലിച്ചുകൊണ്ട് മാത്രമേ ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കുകയുള്ളൂ എന്ന ഉറച്ച ആത്മവിശ്വാസത്തോടെ UNA സംഘടനയിൽ അംഗങ്ങളായിരുന്നവർ പോലും അതിലേക്ക് ഇറങ്ങാതെ ആത്മാർത്ഥതയോടുകൂടി, അർപ്പണബോധത്തോടുകൂടി അവിടെ ഇന്നും ശുശ്രൂഷ ചെയ്യുന്നു. അവർക്ക് നല്ലൊരു കയ്യടി കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ പ്രിയപ്പെട്ട തൃശ്ശൂരിന്റെ മക്കളെ, തൃശ്ശൂരിന്റെ മാത്രമല്ല ഈ കേരളത്തിന്റെ മക്കൾ വിവിധ സ്ഥലങ്ങളിൽ നിത്യവര് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലും അമല മെഡിക്കൽ കോളേജിലും ഒരു ജോലി കിട്ടുക എന്നുള്ളതൊരു മോഹമാണ്. എളുപ്പത്തിൽ കിട്ടുന്ന കാര്യമല്ല. മാന്യമായ സാലറി കൊടുക്കുന്ന, നല്ല രീതിയിൽ ആദരവോടുകൂടി ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനത്തിൽ പ്രവേശിച്ചുകൊണ്ട് ജീവിതം കെട്ടിപ്പടുക്കുക, കുടുംബത്തെ മാന്യമായിട്ട് നയിക്കുക എന്നുള്ളത് ഒരു സ്വപ്നമാണ്. അങ്ങനെയൊക്കെ അവിടെ ആയിരുന്നു കൊണ്ട് ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് ശ്രമിക്കുകയും ഒപ്പം നന്നായി കടമകൾ നിർവഹിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ഈ സഹോദരിമാർക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഇതൊന്നും അറിയില്ലാതെ ആർക്കോ വേണ്ടി കുഴലൂതുന്നത് കേട്ടിട്ട് ഉണ്ടാകാനിരിക്കുന്ന വിപത്തുകളെ കുറിച്ചൊന്നും ചിന്തയില്ലാതെ എന്തിനോ വേണ്ടി ഇറങ്ങി തിരിച്ച പാവപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, എനിക്ക് അവരെ കുറിച്ച് ഒന്നും സഹതാപ കൊണ്ട് പറയാനായിട്ട് മറ്റൊന്നും കൊണ്ട് പറയാനില്ല. പ്രിയ മക്കളെ, സഹോദരിമാരെ, നിങ്ങൾ സഭയുടെ മക്കളാണെങ്കിലും സഭയുടെ മറ്റ് വിശ്വാസധാരയിൽപ്പെട്ടവരാണെങ്കിലും നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. സഭയ്ക്ക് സ്വന്തമാണ്. ജാതി മത വർഗവർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ടാണ് സഭയുടെ, കത്തോലിക്ക സഭയുടെ സമസ്ത സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടവരാണ്. അതുകൊണ്ട് സത്യം മനസ്സിലാക്കി പിന്നിലുള്ള കാപട്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആസൂത്രിതമായ അജണ്ടകളോട് കൂടി പ്രവർത്തിക്കുന്ന കച്ചവട താല്പര്യമുള്ള വ്യക്തികളുടെ ദുഷ്ടലാക്കുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി തിരിച്ചു വരാനായിട്ട് നിങ്ങൾ തയ്യാറാവുകയാണ് വേണ്ടത്. അങ്ങനെ തിരിച്ചു വരുന്നവരെ പണിഷ് ചെയ്യില്ലെന്ന് തന്നെയാണ് ഈ 2 ആശുപത്രികളും പറഞ്ഞിട്ടുള്ളത്. ഞാനതങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ വരുന്ന പാടെ എല്ലാവരെയും ഒരുമിച്ച് എടുക്കാൻ പറ്റില്ലെന്നുള്ളത് ശരിയാണ്. അവർക്ക് ന്യായമായ രീതിയിൽ, അർഹമായ രീതിയിൽ അവസരങ്ങൾ കൊടുക്കാൻ തയ്യാറുണ്ടെന്ന് 2 മാനേജ്മെന്റുകളും സമ്മതിച്ചിട്ടുണ്ട്. കാരണം വേറെ സന്മനസ്സുള്ള നല്ല മനുഷ്യര്, ആത്മാർത്ഥതയുള്ള മക്കള് അവിടെ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അവരെ വെറുതെ പറഞ്ഞുവിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇളവ് വരുമ്പോൾ സമയബന്ധിതമായിട്ട് ഒരു പണിഷ്മെന്റും കൂടാതെ വേണ്ട വിധം അവരെ ജോലിയിൽ എടുക്കുമെന്ന് ഈ 2 മാനേജ്മെന്റുകളും പറഞ്ഞു കഴിഞ്ഞു. ആർക്കെതിരെയും ഒരു പണിഷ്മെന്റും ഇല്ല. നോക്കൂ, ഇതിനേക്കാൾ എന്ത് വിശാലമായ മനോഭാവമാണ് സ്വീകരിക്കേണ്ടത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതിവിടെ സൂചിപ്പിക്കപ്പെട്ട കാര്യം തന്നെയാണ്. എന്തിനായിരുന്നു ഈ സഭാ കേന്ദ്രത്തിലേക്ക്, അല്ലെങ്കിൽ തൃശ്ശൂർ അതിരൂപതയുടെ സഭാ കേന്ദ്രത്തിലേക്കുള്ള ഈ വലിയ തിരക്കിട്ട യാത്ര? അത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? ആരായിരുന്നു അത് സ്പോൺസർ ചെയ്തത്? ഇതൊക്കെയാണ് ഞങ്ങളുടെ ചോദ്യം. ഇന്നിവിടെ ഒരു മഹാസാഗരം ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ അത് സഭയെ സ്നേഹിക്കുന്ന, സഭയുടെ നെഞ്ചെടുപ്പുകൾ മനസ്സിലാക്കുന്ന തൃശ്ശൂരിന്റെ മക്കളാണിത്. അതുകൊണ്ട് തന്നെ
ഇവിടെ നടക്കുന്ന ജൂബിലിയിൽ നടക്കുന്ന ഒരു സമരം, ഏതാനും ആളുകൾ സമരം എന്ന പേരിൽ പുറത്തിരിക്കുന്നു. അതിന്റെ പേര് പറഞ്ഞിട്ട് ആരെയൊക്കെയോ എവിടെയൊക്കെയോ സംഘടിപ്പിച്ച് ഒരു സംഘടനയുടെ പേരിൽ കുറെ ആളുകൾ സഭാവിരുദ്ധ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ തൃശൂർ അതിരൂപതയുടെ ആധ്യാത്മിക കേന്ദ്രമായ അതിരൂപതാധ്യക്ഷന്റെ വസതിയിലേക്ക് ഇരച്ചു കയറി അവിടെ ഉപരോധിച്ചത് തീർച്ചയായിട്ടും കഠിനമായ തിന്മയാണ്. അത് ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തിയാണ്. അതിനെയൊന്നും ന്യായീകരിക്കാനായിട്ട് ആവില്ല ഒരു കാരണവശാലും. സമരം നടത്തുന്നതിനു വേണ്ടിയാണെന്ന് തന്നെ ഇപ്പൊ അറിയത്തില്ല പറഞ്ഞു വന്നപ്പോഴത്തേനും നടത്തുന്നവർക്കേ. കാരണം ഏറ്റവും കൂടുതൽ സാലറി കൊടുക്കുന്ന ഒരു സംവിധാനം സാലറിക്ക് വേണ്ടിയാണല്ലോ മുഖ്യമായിട്ടും സമരം നടത്തുന്നത്. അങ്ങനെ വേണമെന്നുണ്ടായിരുന്നെങ്കിൽ സമരം നടത്തേണ്ടിയിരുന്നവര് അതിന് പോകേണ്ടിയിരുന്നത് സെക്രട്ടേറിയറ്റ് പടിക്കലേക്കായിരുന്നു, തൃശ്ശൂർ അതിരൂപതയുടെ ആസ്ഥാനത്തേക്കല്ലായിരുന്നു. സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് പോകണം, അവിടെ സർക്കാരിനോട് ആവശ്യപ്പെടണം, കൃത്യമായ ഒരു മാനദണ്ഡം ഉണ്ടാകണം. അതനുസരിച്ച് ഒരിടത്ത് മാത്രമല്ല എല്ലാ സ്ഥലത്തും അതിന്റെ വ്യത്യസ്തതകൾ പരിഗണിച്ചുകൊണ്ട് തന്നെ കൃത്യമായ മാനദണ്ഡത്തിൽ ശമ്പള പരിഷ്കരണം വരുത്തേണ്ടതുണ്ട് എന്ന കാര്യം. തീർച്ചയായിട്ടും നേഴ്സുമാർക്ക് നല്ല സാലറി കൊടുക്കണം, അതിനൊന്നും യാതൊരു സംശയവുമില്ല. അവർ ചെയ്യുന്ന ജോലി വളരെ വിലപ്പെട്ടതാണ്. അതിനെക്കുറിച്ച് ആർക്കാണ് മറുവാക്കുള്ളത്? ആർക്കുമില്ല. പക്ഷെ തട്ടിപ്പ് പാടില്ല. അത് ശരിയല്ല. അതിന്റെ മറവിലൊക്കെ കാപഠ്യം വേണ്ട. അതിന്റെ മറവിൽ ഒളിച്ചിരുന്നുകൊണ്ട് സഭയ്ക്കെതിരെയുള്ള അറ്റാക്കുകൾ വേണ്ട. അത് വ്യത്യസ്തമാണ്. അത് തിരിച്ചറിയാൻ മാത്രമുള്ള വെളിച്ചമൊക്കെ ഇവിടെയുള്ള മനുഷ്യർക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത്തരം കാപഠ്യങ്ങളും നാടകങ്ങളും ഈ മണ്ണിലെ നല്ല കേരളത്തിന്റെ സാംസ്കാരിക മണ്ണില്, സാംസ്കാരികതയുടെ നാടാണ് കേരളം, അക്ഷരജ്ഞാനമുള്ള നാടാണ്. ഇത്തരം സൂത്രങ്ങളൊന്നും ഇവിടെ നടക്കില്ലെന്നാണ് ഞാൻ ഈ സമ്മേളനം ഔദ്യോഗികമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും സംശയമില്ലാത്തൊരു കാര്യമാണ്, ഗവൺമെന്റ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആരോഗ്യ മന്ത്രാലയം തന്നെ ഇതിനകത്ത് ഇടപെടുകയും അതിന്റെ ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ട്. ഈ രണ്ട് മാനേജ്മെന്റുകളും ഇവനോട് തന്നെ സഹകരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ എത്രയും വേഗം നേഴ്സുമാരുടെ സാലറി നിജപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും എല്ലായിടത്തും ഒരുപോലെ ആവാൻ പറ്റില്ല, നമുക്കറിയാമത്. ഒരു സാധാരണ ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു ഹോസ്പിറ്റലിലും ഒരു നഗരമധ്യത്തിലുള്ള വലിയൊരു ഹോസ്പിറ്റലിലും ഒരേ സാലറി എന്ന് പറയുന്നതിൽ വ്യത്യാസം ഉണ്ടാകും. അതങ്ങനെ വ്യത്യാസങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ കൃത്യമായ മാനദണ്ഡങ്ങൾ എന്താണ് അത് മാനേജ്മെന്റും ബന്ധപ്പെട്ടവരും ഒക്കെയായി ചർച്ച ചെയ്ത് നിയമാനുസൃതം വേണ്ട രീതിയിൽ ശമ്പളം നിജപ്പെടുത്തി പ്രഖ്യാപിക്കേണ്ടത് ഏറ്റവും അടിയന്തരമായ ആവശ്യമാണ്. അത് തന്നെയാണ് നമുക്കെല്ലാം പറയാനുള്ളത്. അല്ലാതെ നേഴ്സുമാർക്ക് ശമ്പളം കൊടുക്കരുതെന്ന് ഒരിക്കലും നമ്മൾ പറയില്ല. അവർക്ക് അർഹമായ നല്ല സാലറി കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കൃത്യമായ ഒരു പരിഹാര മാർഗമാണ് ഈ രണ്ട് മാനേജ്മെന്റുകളും ഒരുമിച്ച് നിർദ്ദേശിക്കുന്നത്. വെറുതെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് അടവ് നയങ്ങളുമായിട്ട് വന്ന് സാലറി ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന സ്ഥാപനങ്ങളോട് ഇനിയും സാലറി കൂട്ടണമെന്നും ഞങ്ങൾ സമരം ചെയ്യുമെന്നും ഒക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും മറ്റ് കച്ചവട താല്പര്യമുള്ളവർക്ക് വേണ്ടി കുഴലൂതുകയും ചെയ്യുന്ന ആ ശൈലി നടപ്പാവില്ലെന്ന് തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പ്രതിരോധ സംഗമത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് സഭയുടെ ജീവകാരുണ്യ പ്രസ്ഥാനങ്ങളും സഭയുടെ ആതുര ശുശ്രൂഷ മുന്നേറ്റങ്ങളും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും നമ്മൾ ഒരുമിച്ച് മുൻപോട്ട് കൊണ്ടുപോകുമെന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ട്, ഇതൊന്നും നമുക്ക് വേണ്ടിയിട്ടല്ല, നമ്മൾ ചെയ്യുന്ന മുഴുവനും എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടാണ്. സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഈ മുഖം സഭ 2000 വർഷങ്ങൾ പിന്നിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായിട്ട് ഇനിയും നമുക്ക് ജീവിക്കാനുണ്ട്. ഇത് കർത്താവിന്റെ സഭയുടെ ദൗത്യമാണ്, നമ്മുടെ ദൈവം ഏൽപ്പിച്ച ദൗത്യമാണ്. മുഖം നോട്ടമില്ലാതെ കൃത്യമായിട്ട് എല്ലാവർക്കും തുറന്നിട്ട വാതിലുകൾ തുറന്നിട്ടുകൊണ്ട് തന്നെ എല്ലാ മതസ്ഥർക്കും വേണ്ടി തുറന്നിട്ട വാതിലുകളോടുകൂടി നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കും എന്നുള്ള ദൃഢപ്രതിജ്ഞയോടുകൂടി നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്ന ആഹ്വാനത്തോടുകൂടി അഭിമന്യ ടോണി പിതാവിന്റെയും ഈ വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ടരായ എല്ലാ വ്യക്തികളുടെയും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ വലിയ ജനാവലിയുടെയും എല്ലാം അനുവാദത്തോടുകൂടി ഔപചാരികമായി ഈ പ്രതിരോധ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊള്ളുന്നു.